ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. വ്ളോഗെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് കുഞ്ഞുവാവയുടെ പപ്പ വരുവാണ്, കുറച്ച് ദിവസത്തേന് ലീവിന് വരുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഫോണിലുമൊക്കെയാണ് അവൾ കണ്ട്. ആദ്യമേ മാമോദീസയുടെ സമയത്തൊക്കെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടു കഴിയുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിലും ബഹളവും. എങ്ങനെയൊക്കെയാണ് അവരെ തമ്മിലൊന്ന് അടുപ്പിച്ചെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം പിന്നെ വീഡിയോ കോളിലൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര കളിയും ചിരിയും മേളമാണ്. വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് പപ്പ എന്നൊക്കെ പറയുമ്പോൾ കലണ്ടറിലൊക്കെ ആണെങ്കിലും നോക്കി, ഫോട്ടോ ഉണ്ട് അതിൽ. അപ്പോൾ അതിലെല്ലാം നോക്കി കളിയും ചിരിയും ഒക്കെയാണ്. എപ്പോഴും വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ ചിരിച്ച് പാപ്പ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ഇച്ചാൻ വരുന്നത് 4:20 ഫ്ലൈറ്റിനാണ് വരുന്നത്. അപ്പം ഞങ്ങൾ തലേദിവസം തന്നെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ എയർപോർട്ടിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ പ്ലേസിൽ നിന്ന് വരുമ്പോൾ തന്നെ ലോങ് ഡ്രൈവ് ചെയ്യണം. പിന്നെ വാവ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ തലേദിവസം അങ്ങോട്ട് പോയി സ്റ്റേ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു 4:20 ഇച്ചാൻ്റെ ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ക്ലിയറൻസും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ തന്നെ 5 മണിയൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളൊരു 4 മണിയോട് കൂടി അവിടുന്ന് പുറപ്പെട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളെല്ലാം 3 മണിയായപ്പോഴേ എഴുന്നേറ്റ്. പ്രത്യേകിച്ച് അവളും 3 ആയപ്പോഴത്തേന് 3 മുന്നേ അവളും എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങിപ്പെറക്കി വന്നപ്പോൾ തന്നെ 3:45 ഇറങ്ങി. 5-നാണല്ലോ എന്നോർത്തിട്ട് സ്ലോയിലാണ് വന്നത്. പക്ഷേ ഞങ്ങൾക്ക് എയർപോർട്ടിൽ എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. കാരണം ഇച്ചാൻ ഓൾറെഡി ഇറങ്ങി വന്നിട്ടുണ്ട്. ക്ലിയറൻസൊക്കെ നേരത്തെ കഴിഞ്ഞു. വെളുപ്പിനെ ആയതുകൊണ്ട് ക്ലിയറൻസൊക്കെ നേരത്തെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞു. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനത് പുറത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആകെ മൊത്തം ഒരു ഷോക്കായി പോയി. കാരണം ആദ്യമായിട്ടാണ് ഞാൻ വിളിക്കാൻ വരുന്നത്. കൊണ്ടുവിടാൻ മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ദുബായ്ക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേന് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അപ്പം പിന്നെ കൊണ്ടുവിടാൻ മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് കൊണ്ടുവരാൻ പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അതിൻ്റെ ചെറിയൊരു വിഷമവും പരാതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം നമ്മുടെ കയ്യിലല്ലല്ലോ എയർപോർട്ടിൻ്റെ ബാക്കി പരിപാടിയും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അവരത് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തു. രാവിലെ ആയതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വേഗം ആയി വിട്ടു. അതുകൊണ്ട് അതിന് പരാതിയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ചെറിയൊരു സങ്കടം ഉണ്ട്. പോട്ടെ, സാരമില്ല. പിന്നെ കണ്ടില്ലായിരുന്നു, ഭയങ്കര തിരക്കാണ്. അപ്പം നമുക്ക് വിളിക്കാനായിട്ട് കയറി വരാനായിട്ട് അവിടുന്ന് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് വണ്ടികൾ മുന്നിൽ നിൽക്കുകയാണ്. അവരുടെയൊക്കെ ആൾക്കാർ കയറിയിട്ട് വണ്ടി മുന്നോട്ട് പോയിട്ട് വേണം ഞങ്ങൾക്ക് കയറ്റാൻ. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ മുന്നിലുള്ളവർ കയറി കഴിഞ്ഞിട്ട് കയറാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇച്ചാൻ കാറ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഇച്ചായനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ട് കരച്ചിലും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. വിളിച്ചപ്പോൾ തന്നെ പോയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്ന വഴിക്കാണ് അവിടെ നല്ലൊരു പള്ളിയുണ്ട്, കോതമംഗലം പള്ളി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. യാക്കോബൈറ്റ് പള്ളിയാണ്. അപ്പോൾ അവിടെ ഒരു 6 മണിയോട് കൂടിയാണ് അവിടെ കുർബാനയൊക്കെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന സമയത്ത് കുർബാന സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പള്ളിയിലപ്പോൾ കുർബാനയ്ക്ക് നിന്നില്ല. കാരണം ഇച്ചാനൊക്കെ നല്ലൊരുപോലെ ക്ഷീണിച്ചാണ് വന്നത്. ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും തലേദിവസം ഉറക്കം ഒളച്ചിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ക്ഷീണം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. ഈ പള്ളി നല്ല എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഐശ്വര്യമുള്ള പള്ളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചെറിയ പള്ളിയുണ്ട്. അവിടെയാണ് ഇപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് താഴോട്ട് പോയില്ല. അപ്പോൾ വലിയ പള്ളി കയറി അവിടെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ ഇനി പുറകെ വരുന്നുണ്ട്. എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യുക. അപ്പം ഇത്രയൊക്കെയുള്ളൂ. അപ്പം പുതിയ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. സ്റ്റിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.